ഹലോ എവരി വൺ, ഇറ്റ്സ് മീ അനു ഫ്രം ക്ലോസ് വേൾഡ്. നമ്മൾ കുറേ ആയല്ലേ കണ്ടുമുട്ടിയിട്ട്. ന്യൂ ഇയർ ആയ പിന്നെ ഫുള്ള് തിരക്കായിരുന്നു എന്നല്ല, തിരക്കിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി ഒട്ടും സമയം കിട്ടുന്നില്ല കേട്ടോ. എന്ത് ചെയ്യാനാണ്, ഓരോരോ തിരക്കുകളെ. 2025 ഒരു തിരക്കില്ലായിരുന്നു, ചുമ്മാ സമയം വേസ്റ്റ് ആക്കുമായിരുന്നു. 2026 തുടങ്ങിയപ്പോൾ തൊട്ട് തിരക്കാണ്, ഒന്നും പറയണ്ട. അപ്പോൾ ഞങ്ങളിന്ന് പുറത്തേക്ക് പോയേക്കാം, മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ കുട്ടിപ്പട്ടാളത്തെ കണ്ടുമുട്ടിയത്. കുട്ടിപ്പട്ടാളങ്ങൾ അവരുടെ സ്കൂളിലെ കഥകളൊക്കെ പറയാനായിട്ട്. ആ സംസാരിക്കുന്ന കൊച്ച് വേറെ സ്കൂളിലെയാണ്. അവന് ബിറ്റി മിസ്സിൻ്റെ ഫാനാണെന്നാണ് പറയുന്നത്. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ. ഓരോ അമ്പലത്തിനും ഓരോ പ്രത്യേകത. ഈ അമ്പലം കഴിഞ്ഞ വർഷം പണിതാണ്. പിന്നെ ഇവിടുത്തെ കണ്ടോ, മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഓരോരോ എന്താ പറയുക, സ്റ്റോണിൽ കൊത്തി വെച്ചേക്കുന്ന ഓരോരോ രൂപങ്ങൾ. അവിടെ ആരാധനയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു അവിടെ ആരാധനയൊക്കെ നടത്തുന്നുണ്ട്. അന്ന് നല്ല രസമാണ്. അവിടെ ദീപമൊക്കെ കത്തിച്ചിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ പോയ വഴിക്ക് നെയിൽ പോളിഷും ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങി. എന്ത് ചെയ്യാനാ, ഗേൾസായി പോയില്ലേ, പോകുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെ തപ്പും. അത് ഗേൾസിൻ്റെ ഒരു വീക്ക്നെസ്. അതിൽ ഗേൾസിൻ്റെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതേ ഞങ്ങൾ വൈഷ്ണവിൽ കയറി, സ്ഥിരം സ്പോട്ടായി വൈഷ്ണവിൽ കയറി. അവൾ മസാല ദോശ പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടുത്തെ മെനു ഒന്നും തപ്പിയിട്ട് ഒന്നും കിട്ടിയില്ല കേട്ടോ. കാരണം എനിക്ക് ദോശ ഇഷ്ടമല്ല. ഞാൻ കുറേ തപ്പിയിട്ട് ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഞാനൊരു സാലഡ് പറഞ്ഞു. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവരുടെ സാലഡിന് വേണ്ടി. അപ്പോഴത്തേക്ക് എൻ്റെ വിശപ്പൊക്കെ പോയി. പിന്നെ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ബിറ്റിയും കൂടി ഇത് ട്രൈ ചെയ്ത് തിന്നു. മാക്സിമം തിന്നാൻ ശ്രമിച്ചു. വെജിറ്റബിൾസ് ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പകുതി തിന്നിട്ട് അവിടെ വെച്ചിട്ട് പോന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു ബാറാണ്. ഇതിൽ ദൈവത്തിൻ്റെ പേരിട്ടേക്കുന്നു. എന്താണ് എൻ്റെ ഗുഡൻസ് എന്ന് എനിക്കതൊരു പിടികിട്ടിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ തമാശയൊക്കെ പറഞ്ഞ് വരുന്നതാണ് വഴിക്കാണ് ഞങ്ങളൊരു സ്റ്റുഡൻറ്റിനെ കണ്ടത്. അവന് വീഡിയോ എടുക്കുന്നതൊന്നും താല്പര്യമില്ല. പിന്നെ അവന് വീഡിയോ എടുക്കുന്നുണ്ട്, അവനെ ഒളിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അവനോട് സംസാരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അത്രേ ഉള്ളൂ.